വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയ്ക്ക് പിന്നാലെ കൂടുതൽ ജില്ലകളിലേക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർവഹിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മിക്സോ വൈറസ് പരോറ്റിഡൈറ്റിസ് എന്ന വൈറസ് മൂലം രോഗബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം 4 മുതൽ 6 ദിവസം വരെയുമാണ് സാധാരണയായി രോഗം പകരുന്നത്. 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടുന്നതായി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രോഗം കുട്ടികളിലേക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ്. ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളമിറക്കുന്നതിനും പ്രയാസം നേരിട്ടേക്കാം. വിശപ്പില്ലായ്മയും ക്ഷീണവും മറ്റ് ലക്ഷണങ്ങളാണ്. പനി, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം. ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും മുണ്ടിനീർവീക്കം ഉണ്ടാകുന്നത്. നിലവിൽ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ മാരാരിക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ മുണ്ടിനീർ രോഗം സ്ഥിരീകരിച്ചതിനാൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ കുട്ടികളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാൻ സ്കൂളിന് ജനുവരി 22 മുതൽ 21 ദിവസം അവധി നൽകിക്കൊണ്ടാണ് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ മുണ്ടുനീര് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. വരും മണിക്കൂറുകളിലെ സ്കൂൾ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.